ഒരു ദുഃഖകരമായ വാർത്ത കൂടി പ്രേക്ഷകരുമായിട്ട് എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. പാലക്കാട് ഒരു ആത്മഹത്യയുടെ വാർത്ത വന്നിട്ടുണ്ട്. എക്സൈസ് ഓഫീസിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത ഒരാൾ തൂങ്ങി മരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ലോക്കപ്പിനുള്ളിലാണ്. ഇടുക്കി സ്വദേശിയായ ഷോജോ ജോണാണ് മരിച്ചത്. 2 കിലോ ഹാഷിഷ് ഓയിൽ കടത്തിയ കേസിലാണ് ഷോജോയെ പിടികൂടിയിരിക്കുന്നത്. ഇക്ബാൽ അറക്കൽ ചേരുന്നു. ഇക്ബാൽ, കസ്റ്റഡി മരണമാണോ ഇത്? അതിനോട് അത്തരത്തിലൊരു സംശയം ഉണ്ട്. ഇന്നലെ വൈകിട്ടാണ് ഷോജോ ജോണിനെ 2 കിലോ ഹാഷിഷ് ഓയിലുമായി എക്സൈസ് സംഘം പിടികൂടുന്നത്. കാടാങ്കോടുള്ള ഷോജോ ജോണിൻ്റെ വാടക വീട്ടിൽ നിന്നാണ് ഷോജോ ജോണിനെ ഇന്നലെ എക്സൈസ് സംഘം പിടികൂടിയത്. ഉടൻ തന്നെ മെഡിക്കൽ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിക്കൊണ്ട് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഷോജോ ജോണിനെ ഈ പാലക്കാട് സിവിൽ സ്റ്റേഷന് സമീപത്തുള്ള എക്സൈസ് ടവറിലേക്ക് എത്തിച്ചിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഷോജോ ജോണിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ എക്സൈസ് ടവറിനകത്തെ ലോക്കപ്പിനുള്ളിൽ ഉടുമുണ്ട് തന്നെ ഊരി ഈ ഷോജോ ജോൺ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. നിലവിൽ ഷോജോ ജോണിന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറി പരിസരത്താണ്. ഇവിടെ ഷോജോ ജോണിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. ഇവരെല്ലാവരും വലിയ രീതിയിലൊരു ദുരൂഹത ആരോപിക്കുന്നുണ്ട്. കാരണം ഇന്നലെ വൈകിട്ട് ഈ വീട്ടിൽ നിന്ന് ഷോജോ ജോണിന്റെ കയ്യിൽ നിന്ന് ഹാഷിഷ് ഓയിൽ പിടികൂടിയ സമയത്ത് തന്നെ ഈ ഒരു കുറ്റം താൻ ചെയ്ത കാര്യം എക്സൈസ് ഉദ്യോഗസ്ഥരോട് ഷോജോ ജോൺ സമ്മതിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഇത്തരത്തിലൊരു ആത്മഹത്യ ചെയ്യേണ്ട കാരണം എങ്ങനെ ഉണ്ടായി എന്നാണ് കുടുംബം ഉൾപ്പെടെ പറയുന്നത്. ഷോജോ ജോണിന്റെ ഭാര്യ ഇവിടെയുണ്ട്. എന്താ സംഭവിച്ചെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു? അവരാരോ ഇൻഫോം ചെയ്തിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ വന്നത്. വീട്ടിലെല്ലാവരുടെയും നോക്കി, അവിടെ നിന്നൊന്നും കിട്ടിയില്ല. അപ്പോൾ പുള്ളിയുടെ ഒരു ബാഗിൽ നിന്നാണ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചോദിച്ചു, ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്താണ് ചോദിച്ചപ്പോൾ ആരോ കൊടുത്തു വിട്ടതാണ് എന്ന് പറഞ്ഞു. ശരി, അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, നീയാണ് ഇതിൻ്റെ എല്ലാം അന്ന്. അങ്ങനെ കുറേ ഞങ്ങൾ കുട്ടികളെയും കൂടി മാറി നിന്നിട്ട് അവർ ഫോട്ടോ എടുക്കലേ കുറേ ഇതൊക്കെ ചെയ്തു. അപ്പോൾ ഇവർ പറഞ്ഞു ശരി, എന്നാൽ അങ്ങനെ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു ഇല്ല, ഇത് മാത്രമല്ല, നിൻ്റെ പേരിൽ കുറേ കേസുകൾ ഞങ്ങൾ കെട്ടിവെക്കുന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അത്തരത്തിൽ കേസുകൾ ഉണ്ടായിരുന്നു? ഒരു കേസും ഇല്ല, ഒറ്റ കേസോ വേറെ ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, എന്തെങ്കിലും പുള്ളി അറിയണതെല്ലാം പറഞ്ഞാൽ ഞങ്ങളൊന്ന് തല്ലോ എന്താണെന്ന് ചോദിച്ചു. കാരണം ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആരോഗ്യസ്ഥിതിയും ഭക്ഷണം പോലും കഴിക്കാണ്ടാണ് അവർ. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഞങ്ങളൊന്നും ചെയ്യില്ല, കൊണ്ടുപോകും, നാളെ ഇന്ന് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യും, എന്നിട്ട് ജഡ്ജിയുടെ അവിടെ അപ്പോൾ കൊണ്ടുപോകും, എന്നിട്ട് ഇതാവുന്ന പറഞ്ഞ് നിങ്ങൾ ജാമ്യത്തിന് നിൽക്കണ്ട ഇപ്പോൾ എന്ന് പറഞ്ഞു. പക്ഷേ ഒരു 8 മണിയായി രാത്രി വീട്ടിൽ നിന്ന് കൊണ്ടുപോയി. 8 മണിക്കുള്ളിലാണ് കൊണ്ടുപോയി. മൃതദേഹം കാണിച്ചു? ഞങ്ങൾ മോർച്ചറിയിൽ പോയി നോക്കി. പക്ഷെ രാവിലെ 7 മണിക്ക് ഫോൺ ചെയ്യുമ്പോൾ സൂയിസൈഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ അവിടെ സൂയിസൈഡ് ചെയ്യും? ആരെങ്കിലും ഉണ്ടാവില്ലേ സ്റ്റേഷനിൽ? അതാണ് സംശയം. അതായത് ഈ കുടുംബം ഷോജോ ജോണിന്റെ ഭാര്യ ആരോപിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്നലെ രാത്രി എല്ലാ നടപടിയും പൂർത്തീകരിച്ച് എക്സൈസ് ടവറിലേക്ക് കൊണ്ടുവന്നതാണ്. ഇതിനുശേഷം ഈ 7 മണിയോടുകൂടി ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഒരു ഓഫീസിനകത്ത് ഉദ്യോഗസ്ഥരുണ്ടാവില്ലേ? പിന്നെ എങ്ങനെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ഷോജോ ജോൺ ആത്മഹത്യ ചെയ്യുമെന്നാണ് അവരുടെ ഭാര്യ ഉൾപ്പെടെ ചോദിക്കുന്നത്. മാത്രമല്ല, തൻ്റെ കയ്യിൽ നിന്ന് ഇത്തരത്തിലൊരു ഹാഷിഷ് ഓയിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് പിടിച്ചതിന് താൻ ആ കുറ്റം സമ്മതിക്കുന്നു. ഇതിനുശേഷം ഇയാളെ ഏതെങ്കിലും രീതിയിൽ മർദ്ദിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെ സംശയിക്കുന്നതായിട്ടാണ് ഷോജോ ജോണിന്റെ ഭാര്യ ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും ഇന്നലെ രാത്രി ഈ 2 കിലോ ഹാഷിഷ് ഓയിലുമായി പിടികൂടിയ ഇടുക്കി സ്വദേശി കൂടിയായിട്ടുള്ള ഷോജോ ജോണാണ് ഇന്ന് പുലർച്ചെ ആകുമ്പോഴേക്കും ഇത്തരത്തിൽ എക്സൈസ് ടവറിനകത്തെ ലോക്കപ്പിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. നിലവിൽ ഷോജോ ജോണിന്റെ മൃതദേഹം ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിലുള്ള ഈ മോർച്ചറിക്കകത്താണ് ഉള്ളത്. മറ്റു നടപടികൾ ഉടൻ തന്നെ പൂർത്തീകരിക്കും. നേരത്തെ അരുൺകുമാർ ചോദിച്ചതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലൊരു കസ്റ്റഡി മരണമാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നിലവിൽ പരിശോധിക്കുകയാണ്. ഏതായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ. നിലവിൽ കഴുത്തിൽ കുരുക്കിട്ട് മരിച്ച നിലയിലാണെന്നാണ് പ്രാഥമിക നിഗമനമായി ഇവിടെയുള്ള ജീവനക്കാർ ഉൾപ്പെടെ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടുതലായി വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം കഴിയണം. ഏതായാലും 11 മണിയോടുകൂടി എന്തായാലും കുടുംബത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടു. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.